Hi friends, today I shall tell you something about concord. The word you might have heard many times. Subject verb agreement is called concord. Subject verb agreement. There is an agreement between subject and verb. If the subject is singular in number, the verb also must be made singular. For getting the singular form of the verb, we have to attach either s or es with the verb so that we can simply get the singular form of the verb. നിങ്ങൾക്ക് ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റിനെയാണ് കെൻകോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. സബ്ജക്റ്റിന് നമ്പർ അനുസരിച്ചാണ് വെർബ് ക്രമീകരിക്കേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. സിംഗുലർ വെർബ് ലഭിക്കാനായിട്ട് നമ്മൾ വെർബിനോട് എസ്ഒ ഇ എസ്ഒ ആണ് ചേർക്കേണ്ടത്. എക്സാമ്പിളായിട്ട് ദേ ഗോ. കാരണം എന്താ, ദേ എന്ന് പറയുന്നത് പ്ലൂറലായ സബ്ജക്റ്റാണ്, അതുകൊണ്ട് പ്ലൂറലായ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഗോ പ്ലൂറലാണ്. ഷീ ഗോസ്. ഷീ ഒരാളാണ്, സിംഗുലർ നമ്പർ, സോ ദ വേർബ് മസ്റ്റ് ബി സിംഗുലർ. അതിലേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഗോയോട് ഇ എസ് ആഡ് ചെയ്ത് ഗോസ് ആക്കി. അപ്പോൾ ദേ ഗോ, ഷീ ഗോസ്. ഇതാണ് സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻ്റ്. ഇതിനെയാണ് വൺ വേർഡ് കൺകോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഈസ് കെൻകോഡ്. കെൻകോഡ്. അതിലെ ഒരു ഭാഗം, ഒരു പോയിൻ്റ് ഞാനിന്ന് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. When two nouns are connected by, as well as with, along with, together with, in addition to, accompanied by, as much as, rather than, in the company of. ഈ വാക്കുകൾ ഓർത്തിരിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം. ആസ് വെൽ ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, in addition to, accompanied by, as much as, rather than, in the company of. ഈ വാക്കുകൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാണ്ടല്ലോ, ദ വേർബ് മസ്റ്റ് എഗ്രി വിത്ത് ദ ഫസ്റ്റ് നൗൺ. ദ വേർബ് മസ്റ്റ് എഗ്രി വിത്ത് ദ ഫസ്റ്റ് നൗൺ. ഒരു സെൻറ്റൻസ് കാണുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. The president as well as the members was present. ഇതാണ് കറക്റ്റ് സെൻറ്റൻസ്. ഒന്നുകൂടെ ഞാൻ പറയാം. The president as well as the members. സ്വാഭാവികമായിട്ട് മെമ്പേഴ്സ് എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ധാരണ മെമ്പേഴ്സ് പ്ലൂറലാണ്, അതുകൊണ്ട് പ്ലൂറലായൊരു ബി ഫോം കൊടുക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പാസ്റ്റിലെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് വേറാണ്. വേർ പ്രസൻറ്റ് എന്ന് എഴുതാനുള്ള ടെൻഡൻസി നമുക്കുണ്ടാകും. പക്ഷേ ഈ കൺകോഡിലെ റൂള് പറയുന്നത് എന്താണ്, ആസ് വെൽ ആസ് പോലെയുള്ള വാക്കുകളോ ആസ് വെൽ ആസ് വരികയാണെങ്കിൽ ഫസ്റ്റ് നൗണിൻ്റെ നമ്പർ അനുസരിച്ച് വെർബ് ഉപയോഗിക്കണം. ഇവിടുത്തെ ഫസ്റ്റ് നൗൺ ഏതാ, ദ പ്രസിഡൻ്റാണ്. ദ പ്രസിഡൻറ്റ് സിംഗുലറാണ്. സിംഗുലർ ആയതുകൊണ്ടാണ് വാസ് ഉപയോഗിക്കേണ്ടി വന്നത്. അവിടെ വേർ തെറ്റും വാസ് ശരിയുമാണ്.